80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങി രാജ്യം. രാജ്യ തലസ്ഥാനം കനത്ത സുരക്ഷാ വലയത്തിലാണ്. പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്ന വേദി സജ്ജീകരിക്കൽ അടക്കം അവസാന ഘട്ടത്തിലാണ്. ദില്ലി സ്ഫോടനം നടന്നതിന് ശേഷം നടക്കുന്ന ആദ്യ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയായതിനാൽ തന്നെ പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. ചെങ്കോട്ടയിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ പോവുകയാണ്. കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യതലസ്ഥാനമുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ചെങ്കോട്ടയ്ക്ക് സമീപമാണ്. ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. അതിന്മേൽ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ രാജ്യം മുഴുവനും നമുക്ക് ഉണ്ട്. രാജ്യതലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഈ ചെങ്കോട്ടയ്ക്ക് സമീപം ധാരാളം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഓരോരുത്തരെയും കർശനമായ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് ഇപ്പോൾ തന്നെ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ നാളുകളിലുള്ള സംഭവവികാസങ്ങളൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. ദില്ലി സ്ഫോടനത്തിന് ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ദിനമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രണ്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സ്വാതന്ത്ര്യ ദിനമായതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയം അത് ദില്ലി പോലീസ് നേതൃത്വത്തിൽ, CRPF നേതൃത്വത്തിൽ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് നേതൃത്വത്തിൽ അത് സ്വീകരിച്ചിരിക്കുകയാണ്. നാളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാൻ പോകുന്ന വേദിയിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഇവിടെ ഇപ്പോൾ ധാരാളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് സംവിധാനം അടങ്ങിയ CCTV ദൃശ്യങ്ങൾ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നതിനുള്ള ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നു. ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. കർശനമായ സുരക്ഷാ പരിശോധനകൾ അത് ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു തീരുമാനം ദില്ലി പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്, CRPF കൈക്കൊണ്ടിരിക്കുന്നത്, RAF കൈക്കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയൊക്കെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ചെങ്കോട്ടയിൽ നിന്നാണ്. ഇവിടെ നിന്ന് പതാക ഉയർത്തി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനം അത് ആഘോഷിച്ചതായി രാജ്യം മുദ്ര കുത്തപ്പെടുന്നത്. എന്തായാലും അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാഴ്ചകൾ, തത്സമയ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ ദില്ലി.